ഷെഫീഖ് വധശ്രമ കേസിലെ പ്രതികൾ കുറ്റക്കാർ എന്ന് കോടതിയെ കണ്ടെത്തിയ നല്ല വാർത്താ മണിക്കൂറുകളാണ്. 5 വയസ്സുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾ കുറ്റക്കാരാണ്. പിതാവും രണ്ടാനമ്മയുമാണ് കുറ്റക്കാരെ. ശ്രീകാന്ത് തുടർന്നു. ശ്രീകാന്ത്, ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ അവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് അറിയാം. ഇപ്പോഴും അവർ കോടതി മുറിയിലുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ശിക്ഷ, ഏതാണ്ട് 12 മണിയോടുകൂടി ശിക്ഷ വിധിക്കും എന്ന് കോടതി പറഞ്ഞു. 12 മണിക്ക് അവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതായത് അവർക്കെതിരെ ചുമത്തിയ മുഴുവൻ വകുപ്പുകളിലും അവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. IPC 323, 324, 326, 307 വകുപ്പുകൾ പ്രകാരം പ്രതികൾ രണ്ടുപേരും, അതായത് പിതാവും രണ്ടാനമ്മയും കുറ്റക്കാരെന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷാവിധി ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർ ലഞ്ച് എന്നാണ് കോടതി പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ശിക്ഷാവിധി ഉണ്ടാകും. എന്ത് ശിക്ഷ ഈ പ്രതികൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം അറിയാം. ഇത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നില്ല. അതേസമയം ഹാഷ്മി, ഈ സംഭവം നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പിറകിലേക്ക് പോകുമ്പോൾ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി ആ കുഞ്ഞ് അനുഭവിച്ചിരുന്നു. അതായത് ഏതാണ്ട് 150-ലേറെ പാടുകൾ ആ ശരീരത്ത് ഏറ്റു. ആ പിഞ്ച് ശരീരത്ത് 5 വയസ്സുകാരൻ്റെ ശരീരത്തേറ്റിരുന്നു എന്നുള്ളതാണ് അന്ന് പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത്. മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നൂൽപ്പാലത്തിലൂടെ ആ കുഞ്ഞ് കടന്നു പോകുന്ന സാഹചര്യമുണ്ടായി. പിതാവും രണ്ടാനമ്മയും ക്രൂരമായ പീഡനത്തിനാണ് ഈ കുഞ്ഞിനെ ഇരയാക്കുകയുണ്ടായത്. അവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മറിഞ്ഞു വീണ് എന്ന് പറഞ്ഞാണ് ആശുപത്രിയിലേക്ക് ഈ പിതാവ് കുഞ്ഞുമായി പോകുന്നത്. പക്ഷേ അവിടുത്തെ ന്യൂറോ സർജൻ അതിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് അദ്ദേഹം അതിൽ കാര്യമായി തന്നെ ഇടപെടുന്നത്. ഡോക്ടർമാരുടെ ഈ സംശയം ഇല്ലായിരുന്നു എങ്കിൽ ഇത് ഈ ക്രൂരന്മാരായ ഈ പിതാവിനും അതോടൊപ്പം രണ്ടാനമ്മയും ഈ രീതിയിലേക്ക് നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തുമായിരുന്നില്ല. രണ്ടുപേർക്കെതിരെയും ഇപ്പോൾ നിർണായകമായത് ഈ മെഡിക്കൽ തെളിവുകളും അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളും ഒക്കെയാണ്. മറ്റ് ദൃക്സാക്ഷികളൊന്നും തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്നില്ല. നമുക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം രാഗിണിയുടേതാണ്. ഈ അച്ഛനും ഈ പിതാവും രണ്ടാനമ്മയും ക്രൂരമായി ഉപദ്രവിച്ചപ്പോൾ, ജീവൻ കവർന്നെടുക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മയായി വന്നത് രാഗിണിയാണ്. 11 വർഷമായി ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത്